ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് ശനിയാഴ്ച തുടക്കമാകുകയാണ്. പരമ്പരയ്ക്ക് മുന്നേ നടന്ന സന്നാഹ മത്സരത്തിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം ശനിയാഴ്ച ശ്രീലങ്കയെ ആദ്യ ടെസ്റ്റിന് നേരിടാൻ വേണ്ടി ഇറങ്ങുന്നത്. ഈ ഒരു പരമ്പര ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പരിധിയിൽപ്പെടുന്ന പരമ്പരയായതുകൊണ്ട് ഇരു ടീമുകൾക്കും വളരെ നിർണായകം തന്നെയാണ്. അതിനാൽ ലങ്കൻ മണ്ണിൽ വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ഈ ഒരു പരമ്പരയിൽ 2-0 ഇന്ത്യ പരമ്പര തൂത്തുവാരിയാൽ പോയിന്റ് ടേബിളിൽ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അതേസമയം 2-0 ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിന്നും ഇന്ത്യ താഴേക്ക് വീഴുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വരും. സ്പിന്നർമാരെ അനുകൂലിക്കുന്ന ഗാലയിലെ പിച്ചിലാണ് ആദ്യ ടെസ്റ്റ് നടക്കുന്നത്. ഗാലയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നർമാരെ ഗാലയിലെ പിച്ച് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. 49 ടെസ്റ്റ് മത്സരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഗാലയിൽ 50ാമത്തെ ടെസ്റ്റ് കളിക്കാനാണ് ശ്രീലങ്കയും ഇന്ത്യയും ഇറങ്ങുന്നത് എന്നുള്ളത് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ മറ്റൊരു പ്രാധാന്യം തന്നെയാണ്. സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ച് ആയതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സ്പിന്നർമാരുടെ പ്രകടനം വളരെ നിർണായകമാകുകയാണ്. പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജയോടൊപ്പം കുൽദീപ് യാദവും മാനവ് സുതാറുമൊക്കെ ടീമിലുണ്ട്. കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും വിക്കറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ചാണെങ്കിലും ആദ്യ ദിനങ്ങളിൽ ബാറ്റർമാർക്ക് അനുകൂലമാകുന്ന പിച്ചിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം തന്നെയാണ്. എന്തായാലും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാകുമ്പോൾ മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ എന്നാകും ഇന്ത്യൻ കുപ്പായത്തിൽ ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുക എന്നുള്ളത് തന്നെയാകും സഞ്ജു ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. വൈകാതെ തന്നെ സഞ്ജുവിനും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് BCCIയുടെ കോൾ വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.